പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന എന്റെ അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ചു, അവനെ ശരണമാക്കും. ഹൃദയപരവാർത്തകൾ എല്ലാവരും അവനിൽ പോഴും. സങ്കീർത്തനം 64:1-10 വാക്യങ്ങൾ. ഒരു വ്യക്തിയുടെ വിലാപഗീതമാണിത്. പീഡനത്തിൽ നിന്ന് രക്ഷ നേടി ദൈവത്തിന്റെ സംരക്ഷണത്തിനും സഹായത്തിനും നടത്തുന്ന പ്രാർത്ഥന. തനിക്കെതിരായി ഒരുക്കുന്ന കെണികളും കുതന്ത്രങ്ങളും കാട്ടുമൃഗങ്ങളെ അപായപ്പെടുത്തുവാൻ ചെയ്യുന്ന തരത്തിലുള്ളതാണെന്ന് ഹൃദയവേദനയോടെ പ്രഖ്യാപിക്കുന്നു. ഒരു യഥാർത്ഥ ആട്ടിടയനായി അപ്പന്റെ ആടുകളെ പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവാശ്രയബോധം അവനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 23-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെയും തന്നെയും തുലനം ചെയ്യുന്നത്, ഇടയനും ആടും തമ്മിലുള്ള ബന്ധമായിട്ട്. അത്രയ്ക്ക് ആത്മീയ നിർവൃതിയാണ് ദൈവത്തിൽ നിന്ന് ദാവീദ് പ്രാപിച്ചുകൊണ്ടിരുന്നത്. ഈ അവസ്ഥയിലാണ് ദൈവകൽപ്പന പ്രകാരം ശമൂവേൽ പ്രവാചകൻ ഈശായുടെ പ്രഗത്ഭരായ മറ്റു മക്കളെ എടുക്കാതെ ആട്ടിടയനായ ദാവീദിനെ വരുത്തി ശൗലിന് പകരം രാജാവായി അഭിഷേകം ചെയ്തുവെങ്കിലും അവൻ രാജാവാകുന്നില്ല ഉടനെ. അതിനു പകരം രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന്മേൽ അശുദ്ധാത്മാവ് വരുമ്പോൾ കിരീടം വായിക്കുവാനുള്ള ജോലിയിലേക്ക് പ്രവേശനം കിട്ടുന്നു. പക്ഷെ അവിടെ അവന് ശൗലിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. വേദപുസ്തകത്തിൽ ശൗലിൽ നിന്ന് എന്ന് മാത്രം പറയുന്നുവെങ്കിലും ശൗലിന്റെ കിങ്കരന്മാരും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അവനെ വകവരുത്തുവാൻ ശ്രമിച്ചിരിക്കാം. കാരണം ശമൂവേൽ പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്ത വിവരം ശൗലും കൂട്ടനും അറിഞ്ഞിരിക്കണം. തന്റെ ശത്രുക്കൾ വഞ്ചനയും അപവാദവും വ്യാജവും പ്രചരിപ്പിക്കുന്നവരും പ്രയോഗിക്കുന്നവരുമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നാം അറിയേണ്ടത്, വെറും ആട്ടിടയപാലനായിരുന്ന ദാവീദിനെ പരീക്ഷണങ്ങൾ അഗ്നിച്ചൂളയാകുന്ന മോശയിൽ ആശ്രയബോധമുള്ള ഒരു ശക്തനായ രാജാവായി വാർത്തെടുക്കുകയായിരുന്നു ദൈവം. ഈ അനുഭവങ്ങളുടെ നേർക്കാഴ്ച മഹാകവിയായിരുന്ന ദാവീദിന്റെ പൊൻതൂലികയിൽ നിന്ന് പിറവിയെടുത്തത് യഥാർത്ഥ ദൈവഭക്തർക്കും ആത്മീയർക്കും പ്രാർത്ഥനാ മനുഷ്യർക്കും ഒരു മുതൽക്കൂട്ടാവുകയാണ് ചെയ്യുന്നത്. അത്രയേറെ ആഴവും ഗഹനവും ഉടൻ ചെയ്തതും ജീവിതഗന്ധിയും ധ്യാനാത്മകവുമാണ് സങ്കീർത്തകന്റെ ഓരോ രചനകളും. ഓരോ പാട്ടും ദാവീദ് രാജാവ് ദൈവാശ്രയത്തോട് നിറഞ്ഞെന്ന് പാടുമ്പോൾ നാം ഒന്നോർക്കുക, അത്രമാത്രം ദൈവവുമായി അടുപ്പവും ഉടപ്പവും സാമൂഹ്യ പ്രതിബദ്ധതയും ആ മനുഷ്യനിൽ നിറഞ്ഞു നിന്നിരുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ പ്രഭാത സമയത്തിന്റെ വാതിലിൽ ഞങ്ങൾ അപേക്ഷ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നവരിൽ നിന്ന് ആവശ്യങ്ങളെ നീ വിരോധിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ ബലഹീന സഹായത്തിന് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാതനകളെ നൽകുമാറാകണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപ അനുഗ്രഹങ്ങളും സദാ നമ്മിൽ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.